ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വെബ്. പി എസ് സി വെബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ 2023 വേദി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ 2023 വേദി ന്യൂഡൽഹി. അടുത്തത് 2023 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2023 നാറ്റോ ഉച്ചകോടിയുടെ വേദി ലിത്വാനിയ. ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസിൽ വെച്ചിട്ടായിരുന്നു 2023 നാറ്റോ ഉച്ചകോടിയുടെ വേദി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ 2023 വേദി ന്യൂഡൽഹി. 2023 നാറ്റോ ഉച്ചകോടിയുടെ വേദി വിൽനിയസ്. ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസ് ആയിരുന്നു 2023 നാറ്റോ ഉച്ചകോടിയുടെ വേദി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂലൈയിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. 2024 ജൂലൈയിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഫ്രീജസ് ക്യാപ്പാണ്. ഫ്രീജസ് ക്യാപ്പ്. 2024 ജൂലൈയിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഫ്രീജസ് ക്യാപ്പ്. അടുത്തത്, പാരീസ് ഒളിമ്പിക്സ് 2024 ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനം ഏതാണ്? പാരീസ് ഒളിമ്പിക്സ് 2024 ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സരം ബ്രേക്ക് ഡാൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ജൂലൈയിൽ സ്പേസ് എക്സ് കമ്പനി വിക്ഷേപിച്ച ഫാൽക്കൺ 9 റോക്കറ്റ് വിള്ളലുണ്ടാക്കിയ അന്തരീക്ഷ പാളി ഏത്? 2023 ജൂലൈയിൽ സ്പേസ് എക്സ് കമ്പനി വിക്ഷേപിച്ച ഫാൽക്കൺ 9 റോക്കറ്റ് വിള്ളൽ ഉണ്ടാക്കിയ അന്തരീക്ഷ പാളി അയണോസ്ഫിയർ ആണ്. 2023 ജൂലൈയിൽ സ്പേസ് എക്സ് കമ്പനി വിക്ഷേപിച്ച ഫാൽക്കൺ 9 റോക്കറ്റ് വിള്ളലുണ്ടാക്കിയ അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. ഓക്കെ. അടുത്തത്, വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം ബംഗളൂരു ആണ്. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം ബംഗളൂരു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം മാഗസിൻ തയ്യാറാക്കിയ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ലോക സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമ. ടൈം മാഗസിൻ തയ്യാറാക്കിയ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ലോക സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? ഉത്തരം പതേർ പാഞ്ചാലിയാണ്. ടൈം മാഗസിൻ തയ്യാറാക്കിയ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച ലോക സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമയാണ് പതേർ പാഞ്ചാലി. അടുത്തത്, 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ്? 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരം കണ്ണമംഗലമാണ്. ആലപ്പുഴ ജില്ലയിലെ കണ്ണമംഗലത്താണ് പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത്. അടുത്തത്, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ TV ചന്ദ്രനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ TV ചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, നഗരപ്രദേശങ്ങളിലെ തോടുകൾ മാലിന്യമുക്തമാക്കാനായി ഓപ്പറേഷൻ ജലധാര ആരംഭിച്ച ജില്ല ഏതാണ്? ഉത്തരം എറണാകുളമാണ്. നഗരപ്രദേശങ്ങളിലെ തോടുകൾ മാലിന്യമുക്തമാക്കാനായിട്ട് ഓപ്പറേഷൻ ജലധാര ആരംഭിച്ച ജില്ല എറണാകുളം. ഓക്കെ. അടുത്തത്, കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ്. കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് റിൻഷയാണ്. മലപ്പുറം സ്വദേശിനിയായ റിൻഷയാണ് കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ്. ഒന്നുകൂടി നോക്കാം. നഗരപ്രദേശങ്ങളിലെ തോടുകൾ മാലിന്യമുക്തമാക്കാനായിട്ട് ഓപ്പറേഷൻ ജലധാര ആരംഭിച്ച ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യ വനിതാ ഡ്രോൺ പൈലറ്റ് റിൻഷ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്. ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14. ഇനി 2023 ജൂലൈ 14 ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? ഉത്തരം LMV-3 M4. LMV-3 M4 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്.
അടുത്ത ക്വസ്റ്റ്യൻ, മാനവിക വിഷയമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021 കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മാനവിക വിഷയമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021 കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക AI വാർത്താ അവതാരിക. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസയാണ്. LISA, ലിസ. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ജൂലൈ മാസം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തി? ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ജൂലൈ മാസം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. അടുത്തത്, പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന വർഷം 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന വർഷം 1988 ജൂലൈ 8 2023 അതിൻ്റെ പെരുമൺ തീവണ്ടി ദുരന്തം നടന്നതിൻ്റെ 35 വർഷം പൂർത്തിയായി. ഓക്കെ, അപ്പോൾ പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ് PSC. 1988 ജൂലൈ 8 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ നാമം എന്ത്? 2023 അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ നാമം KM വാസുദേവൻ നമ്പൂതിരി എന്നാണ്. 2023 അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ നാമം KM വാസുദേവൻ നമ്പൂതിരി. അടുത്തത്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഇടം പിടിച്ച ആദ്യ കേരള താരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഇടം പിടിച്ച ആദ്യ കേരള താരം മിന്നുമണിയാണ്. വയനാട്ടിലെ മാനന്തവാടി സ്വദേശിനിയായ മിന്നുമണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഇടം പിടിച്ച ആദ്യ കേരള താരമാണ് മിന്നുമണി. ഓക്കെ. അടുത്തത്, ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ ചെയർമാൻ. ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ ചെയർമാൻ അഭയ് പ്രസാദ് ഹോത്തയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ ചെയർമാൻ അഭയ് പ്രസാദ് ഹോത്ത. ഒന്നുകൂടി നോക്കാം. 2023 അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ നാമം KM വാസുദേവൻ നമ്പൂതിരി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഇടം പിടിച്ച ആദ്യ കേരള താരം മിന്നുമണി. ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ ചെയർമാൻ അഭയ് പ്രസാദ് ഹോത്ത. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2023 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരിക്കും. അതോടുകൂടി നമ്മൾ 2023 ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.